ബ്രിഗേഡിയർ ആർ കെ മേനോൻ എക്സ്ക്യൂസ് മീ, എനിക്ക് ബ്രിഗേഡിയർ ആർ കെ മേനോനെ ഒന്ന് കാണണം. സാധാരണ വിസിറ്റേഴ്സിനെ അദ്ദേഹം ഇവിടെ വെച്ച് സ്വീകരിക്കാറില്ല. ഈ എക്സ്പോർട്ട് കമ്പനിയുടെ ഓഫീസിലോ ബംഗ്ലാവിൽ വെച്ചോ കാണുന്നതാണ് നല്ലത്. അതും പ്രെയർ അപ്പോയിന്റ്മെന്റ്. സ്നേഹാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളപ്പോ അദ്ദേഹം അറ്റൻഡ് ചെയ്യാറുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. സോറി. എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം മതിയോ? മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാതെ ആരെ അകത്തേക്ക് വിടാൻ എനിക്ക് അനുവാദമില്ല. ഹീസ് എ വെരി സ്ട്രിക്റ്റ് മാൻ. ഐ ഡു അണ്ടർസ്റ്റാൻഡ്. തൽക്കാലം ഒരു ഫേവർ മാത്രം ചെയ്യൂ. ബ്രിഗേഡിയർ ആർ കെ മേനോനെ കാണുവാൻ ക്യാപ്റ്റൻ ആലീസ് ചെറിയാൻ വന്നിരിക്കുന്നു എന്ന് മാത്രം ചെന്ന് പറയൂ. ജസ്റ്റ് ഓൺലി ദാറ്റ്. ക്യാപ്റ്റൻ? യെസ്, ക്യാപ്റ്റൻ ആലീസ് ചെറിയാൻ. ജോയിൻ അറ്റ് യുവർ ഏർലിയസ്റ്റ് എന്ന് എഴുതിയപ്പോ അത് ഇത്രയും നേരത്തെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കത്ത് കിട്ടിയപ്പോൾ ഉടനെ ആകാമെന്ന് കരുതി. നല്ല കാര്യങ്ങൾ വൈകിക്കരുതല്ലോ. ദാറ്റ്സ് ഫൈൻ. സർവീസ് അവസാനിപ്പിക്കുമ്പോ ഡെഹ്റാഡൂണിലായിരുന്നു അല്ലേ? അതെ. ഞാൻ കുറെ നാളവിടെ ഉണ്ടായിരുന്നു. വേ ബാക്ക് ഇൻ 76. അന്നൊരു പക്ഷേ മിസ് ആലീസ് ആർമിയെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 9 വർഷത്തെ സർവീസ്, ക്യാപ്റ്റൻ റാങ്ക്. സർവീസിൽ തുടർന്നിരുന്നെങ്കിൽ വലിയ ഉയർച്ച ഉണ്ടാകുമായിരുന്നല്ലോ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചേ? അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അവസാന കാലത്ത് ശുശ്രൂഷിക്കാൻ അടുത്തുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതിലും വലുതല്ലല്ലോ സർ ജോലിയും ഉയർച്ചയും. മിസ് ആലീസ് ചെയ്തതാണ് അതിന്റെ ശരി. അമ്മ മരിച്ചു. മിലിറ്ററിയിലെ എക്സ്പീരിയൻസ് വെച്ച് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും. പക്ഷേ മനസ്സിനിണങ്ങുന്ന ഒരു ജോലി ഇതാകും തോന്നി. അതുകൊണ്ടാണ് ഒരാളെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഉടനെ അപ്ലൈ ചെയ്തത്. സ്വന്തം അച്ഛനും അമ്മയും എന്ന് കരുതി കുറെ പേരെ ശുശ്രൂഷിക്കാമല്ലോ സർ. അത് തന്നെ വലിയ കാര്യമല്ലേ? യു സെഡ് ഇറ്റ് മിസ് ആലീസ്. ഈ സ്പിരിറ്റുള്ള ഒരാളെ ആയിരുന്നു എനിക്കും ഇവിടെ ആവശ്യം. എക്സ്പോർട്ട് കമ്പനിയിൽ 100 കൂട്ടം തിരക്കുകൾ. അതിനിടയിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാക്കാൻ, അതിനുള്ള സമയം കണ്ടെത്താൻ ആലീസിന്റെ ഇതേ സ്പിരിറ്റ് തന്നെയാണ് എന്നെയും പ്രേരിപ്പിച്ചത്. ഐ അണ്ടർസ്റ്റാൻഡ് സർ. ആ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇന്ന് വിശ്രമിച്ചോളൂ. നാളെ മതി ജോയിൻ ചെയ്യുന്നത്. താങ്ക് യു സർ. ആ, ആളാരാണെന്ന് അറിയാതെ ഞാൻ എന്നോട് ക്ഷമിക്കണം കൊച്ചമ്മേ. അത് മനസ്സിലായി. ക്ഷമിക്കുകയും ചെയ്യാം. പക്ഷെ ഈ സംബോധന ഉണ്ടല്ലോ, അത് ക്ഷമിക്കാൻ പറ്റില്ല. അത് പിന്നെ ഒരു ബഹുമാനത്തിന് ഞാൻ അത്രയ്ക്കുള്ള ബഹുമാനം ഏതായാലും വേണ്ട. മിസ്റ്റർ സ്റ്റീഫന്റെ ഇളയ സിസ്റ്റർ ആകാനുള്ള പ്രായമേ എനിക്കുള്ളൂ. പേര് വിളിക്കാൻ ആലീസ് എന്ന്. അതിലല്പം മര്യാദ കൂട്ടണമെന്നുണ്ടെങ്കിൽ മിസ് ആലീസ് എന്ന് ആയിക്കോളൂ. അതിൽ കൂടുതൽ എന്തായാലും വേണ്ട. യെസ് മിസ് ആലീസ്. കം. ഇത് തങ്കമണി, ഇവിടുത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ആ, ഇത് പുതിയ മേട്രൺ ക്യാപ്റ്റൻ മിസ് ആലീസ് ചെറിയാൻ. എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്. ഇപ്പൊ ഒന്നും വേണ്ട, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ശരി മാഡം. അല്ല, സോറി മിസ് ആലീസ്.